ഗുഡ് മോർണിംഗ്. കുറച്ച് നാളുകളായി ടെറസിൻ്റെ മുകളിൽ കോവക്കായ പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് പൊട്ടിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത്തിരി ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഷ്ടി 1 കിലോനോളം കോവക്കായ എനിക്ക് പൊട്ടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ വേനൽക്കാലം ആയാലും കോവക്കായ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാലത്തും വിളവ് തരുന്നതാണ് ഈ കോവക്കായ. പിന്നെ എൻ്റെ ഈ കോവിൽ നട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. അടുത്ത കമ്പ് പിടിപ്പിക്കേണ്ട സമയമായിട്ടുമുണ്ട്. എന്നാലും ഞാൻ പറയും, നമുക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ 1, 2, 3 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മളത് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം ഇപ്പോഴുള്ളതിനേക്കാൾ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ കോവക്കായ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കഴിച്ച് നോക്കുകയാണ് കോവക്കായ. എന്തായാലും ഇന്ന് കിട്ടിയ കോവക്കായ ഞാനിപ്പോൾ മോള് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തയക്കാനാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കിട്ടുമ്പോൾ ഇഷ്ടം കുറവാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാനത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ തന്നെ കോവക്കായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഈ ഒരു സമയത്തും ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ, ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ കോവലിങ്ങനെ കോവക്കായ തരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പല ഭാഗത്തായിട്ടാണ് കോവക്കായ ഇങ്ങനെ നോക്കി നോക്കി പൊട്ടിക്കണം. പിന്നെ എൻ്റെ ഈ പന്തലാണെങ്കിൽ ഇത്തിരി ഹൈറ്റ് കൂടുതലുണ്ട്. ഒരു 10 അടിയോളം ഹൈറ്റുള്ള ഒരു പന്തലാണ്. അങ്ങനെ ഇട്ടതാണ് നമുക്ക് തടസ്സമില്ലാതെ നടക്കാൻ. അപ്പോൾ നോക്കിയേ, ഇന്നിതാ ഇത്ര 1 കിലോനോളം കോവക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.